സോളാർ കേസിൽ മഹാ ട്വിസ്റ്റ്. ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ശ്രമിച്ചതിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഗൂഢാലോചനയെന്ന അഡ്വക്കേറ്റ് ഫെനി. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴമൊഴി ഇനി കൊടുത്താൽ കൊട്ടാരക്കരയിലും കിട്ടും എന്ന് മാറ്റേണ്ടി വരുമോ? കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായ സോളാർ കേസ്. ഒരു കാലത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ നടുങ്ങിയ ആ കേസ് ഇപ്പോൾ വീണ്ടും ഒരു ഭീകര വെളിപ്പെടുത്തലോടെ പൊട്ടിത്തെറിക്കുകയാണ്. ഇതൊരു സാധാരണ കേസല്ല, രാഷ്ട്രീയ ചതിയുടെ കഥയാണ്. ഒരു ജനകീയ നേതാവിനെ തകർക്കാൻ തയ്യാറാക്കിയ ഗൂഢാലോചനയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഫ്രെയിം ആപ്പാണോ ഇത്? കൊട്ടാരക്കര കോടതിയിൽ പൊട്ടിത്തെറിച്ച ബോംബ്. സോളാർ പീഡന കേസിലെ നിർണായക സാക്ഷിയായ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ മൊഴി ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ തന്നെ കുലുക്കുകയാണ്. ഫെനി കോടതിയിൽ എന്താണ് പറഞ്ഞത്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും സോളാർ കേസിൽ കൊടുക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഗൂഢാലോചന നടന്നുവെന്നാണ് നിർണായക ആരോപണം. അതിലും ഞെട്ടിക്കുന്ന ആരോപണം, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന KB ഗണേഷ് കുമാർ നേരിട്ട് പങ്കെടുത്തു എന്നാണ്. റോഡരികിലെ രഹസ്യ കൂടിക്കാഴ്ച, വിഗില്ലാതെ എത്തിയ മിസ്റ്ററി. കോടതിയിൽ ഫെനി പറഞ്ഞ മറ്റൊരു വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. 2015 ഏപ്രിൽ മാസം കൊട്ടാരക്കരയ്ക്കും ഏനാത്തിനുമിടയിൽ റോഡരികിൽ ഒരു കാറിൽ കാത്തുനിന്ന ഫെനി. അവിടെ മറ്റൊരു കാറിലെത്തിയത് ഗണേഷ് കുമാർ, കൂടെ അദ്ദേഹത്തിൻ്റെ PA പ്രദീപ് കുമാർ. എന്നാൽ ഇവിടെ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണയായി തിരിച്ചറിയപ്പെടാതിരിക്കാൻ ബിഗ് ധരിക്കാറുള്ള ഗണേഷ് കുമാർ ആ ദിവസം ബിഗ് പോലും ധരിക്കാതെ എത്തി. അതെന്തിനായിരുന്നു? ആരെ ഒഴിവാക്കാനായിരുന്നു? അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ ഗൗരവം അത്രമേൽ രഹസ്യമാണോ? 21 പേജിൽ നിന്ന് 25 പേജിലേക്ക് ആരാണ് കൂട്ടിച്ചേർത്തത്? ഇവിടെയാണ് കഥയിലെ ഏറ്റവും ഭീകരമായ ഭാഗം. പത്തനംതിട്ട ജയിലിൽ വെച്ച് എഴുതിയ യഥാർത്ഥ കത്ത് ആകെ ഉണ്ടായിരുന്നത് വെറും 21 പേജുകൾ മാത്രം. അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്ല, UDF നേതാക്കളുടെ പേരില്ല. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? ആ കത്ത് 25 പേജായി. അധികമായി വന്ന ആ 4 പേജുകൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ആരാണത് കൂട്ടിച്ചേർത്തത്? ഫെനിയുടെ കോടതി മൊഴി പ്രകാരം, ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരി സ്വന്തം കൈപ്പടയിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തു എന്നാണ്. ഫെനിയുടെ കോടതി മൊഴി പ്രകാരം, ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരി സ്വന്തം കൈപ്പടയിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തു എന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഫോണിലൂടെ വന്ന നിർദ്ദേശങ്ങൾ ഗൂഢാലോചനയുടെ തെളിവുകളോ? ഫെനി പറയുന്നത്, ഗണേഷ് കുമാർ പലതവണ ഫോണിൽ വിളിച്ചു. PA പ്രദീപ് കുമാറിൻ്റെ ഫോണിൽ നിന്ന്, ബന്ധുവായ ശരണ്യ മനോജിൻ്റെ ഫോണിൽ നിന്ന്. അവരുടെ നിർദ്ദേശങ്ങൾ വ്യക്തമായിരുന്നു: ഉമ്മൻചാണ്ടിയെയും മറ്റ് നേതാക്കളെയും കേസിൽ ഉൾപ്പെടുത്തുക, രാഷ്ട്രീയമായി പണി കൊടുക്കുക. ഇതൊരു സാധാരണ കേസല്ല, ഇത് രാഷ്ട്രീയ ഓപ്പറേഷനായിരുന്നു എന്ന സൂചനകൾ ശക്തമാവുകയാണ്. ജനകീയനായ നേതാവിനെതിരെ നടന്ന ക്രൂരത. കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ജനങ്ങളുടെ വീടുകളിലേക്ക് നേരിട്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ട ജനകീയ മുഖ്യമന്ത്രി എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ്. അദ്ദേഹത്തെ വ്യാജരേഖകൾ ഉപയോഗിച്ച് ഗൂഢാലോചനയിലൂടെ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചു. ഇനി എന്താണ് സംഭവിക്കുക? ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടാം. സോളാർ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങാം. കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പമുണ്ടാകാം. കൊട്ടാരക്കര കോടതി മുറിയിൽ ഉയർന്ന ഈ ശബ്ദം ഇനി കേരള രാഷ്ട്രീയത്തെ മുഴുവൻ നടുക്കുമോ? ഇത് വെറുമൊരു കേസല്ല, സത്യവും ഗൂഢാലോചനയും തമ്മിലുള്ള പോരാട്ടമാണ്. ഒരു ജനകീയ നേതാവിനെതിരെ നടന്ന ക്രൂരതയുടെ സത്യം പുറത്തു വരുമ്പോൾ ഒരേ ഒരു ചോദ്യം മാത്രം: സത്യം ഒടുവിൽ ജയിക്കുമോ? കാരണം ചതിയുടെ തിരശ്ശീല ഉയരുമ്പോൾ സത്യം ഒരിക്കലും മറഞ്ഞിരിക്കില്ല.